ലോൺ എടുത്ത് വീട് വെക്കുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ആണോ ബാഡ് ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഇറ്റ് മേ ഹെൽപ്പ് യു. ആദ്യത്തേത്, ലോൺ എടുത്ത് വീട് വെച്ചാൽ അത് ആഡംബരമായിട്ടാകരുത്. അത് നമുക്ക് താമസിക്കാനുള്ള ഒരു വീടായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു വീടാകരുത്. ഹൗസിംഗ് ലോണിന്റെ EMI നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിന്റെ മന്ത്ലി ഇൻകത്തിന്റെ 40% കൂടാൻ പാടില്ല. പ്രോപ്പർട്ടി, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം നല്ലൊരു ലൊക്കേഷനിലായിരിക്കണം. അത് നിങ്ങളെ ഗുഡ് ഇൻവെസ്റ്റ്മെന്റിലേക്കും പ്രോപ്പർട്ടി അപ്രീസിയേഷനിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ സഹായിക്കും. പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടാനും സഹായിക്കും. പിന്നീട് ലോൺ എടുത്ത് വീട് വെച്ചാൽ മിനിമം 7 ഇയേഴ്സ് എങ്കിലും താമസിക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ സെക്ഷൻ 80C പ്രകാരം ലോൺ എമൗണ്ടിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിലും സെക്ഷൻ 24B പ്രകാരം ലോൺ എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ടിലും വരുന്ന ഓൾ റെജിമി വരുന്ന ടാക്സ് ബെനിഫിറ്റ് നിങ്ങളുടെ പ്രോപ്പർട്ടി 5 വർഷത്തിനുള്ളിൽ, അതായത് നിങ്ങളുടെ വീട് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ 80C പ്രകാരം ഉള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് റിവേഴ്സ്ഡ് ആവും. അത് നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ നിങ്ങൾ 7 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു വീട് നിങ്ങൾ വിറ്റാൽ അത് പൊതുവെ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാനേ പറ്റില്ല. അടുത്തത്, ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത് വഴി നിങ്ങളുടെ പ്രോപ്പർട്ടി നല്ലൊരു ലൊക്കേഷനിലാണ്, നിങ്ങൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല, താമസിക്കാൻ വേണ്ടി മാത്രമാണ്, ലൈക്ക് മറ്റുള്ളവരെ കാണിക്കാനല്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റും കൂടെ കിട്ടുമ്പോൾ ഇത് ഓവറോൾ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയി മാറാൻ നല്ല സാധ്യത ഉണ്ട്. മിഥുൻ, ബൈ.